ഉത്തമമായ ക്രിസ്തീയ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്തോലേറ്റിന്റെ നേതൃത്വത്തിൽ നസ്രാണി ഫാമിലി ഫ്രട്ടേണിറ്റി മീറ്റ് അതിരമ്പുഴ ഫൊറോന ദേവാലയത്തിൽ വെച്ച് നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് തന്റെ മെത്രാഭിഷേക വേളയിൽ പങ്കുവച്ച ആശയത്തിന്റെ തുടർച്ചയായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നസ്രാണി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ ദമ്പതികളെ സഹായിക്കുകയുമായിരുന്നു സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിരമ്പുഴ സോണിലെ യുവദമ്പതികൾക്കായി സംഘടിപ്പിച്ച സംഗമത്തിൽ 13 ഇടവകകളിൽ നിന്നായി 200-ലധികം ദമ്പതികൾ പങ്കെടുത്തു. മക്കളെ ആത്മീയതയിലും വിശുദ്ധിയിലും വളർത്തുന്നതിനൊപ്പം നസ്രാണി പാരമ്പര്യം വരും തലമുറകൾക്കായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ കാതലെന്ന് സംഘാടകർ വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്തോലേറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നേരത്തെ അതിരൂപത കേന്ദ്രത്തിൽ 4 അതിലധികമോ മക്കളുള്ള കുടുംബങ്ങളിലെ സംഗമം നടത്തി തയ്യാറാക്കിയ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് സോൺ തലത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായാണ് മാർച്ച് 12 ഞായറാഴ്ച അതിരമ്പുഴ സോണിൽ വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ വിപുലമായ പരിപാടികളോടെ സംഗമം നടന്നത്. അതേസമയം അതിരൂപതയുടെ വിവിധ സോണുകളിൽ വരും ദിവസങ്ങളിലും സമാനമായ കുടുംബ സംഗമങ്ങൾ നടക്കുമെന്ന് ഫാമിലി അപ്പോസ്തലേറ്റ് അറിയിച്ചു. നമ്മുടെ ഒരു വലിയ ഒരു കൺസേൺ നമ്മളിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ, ഒരു സഭാ സമൂഹം എന്നുള്ള നിലയിൽ ആൾക്കാരുടെ എണ്ണം എല്ലാം കുറഞ്ഞു വരികയാണ്. തവണത്തെ സെൻസസ് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ കേരളത്തിൽ എന്തേരം ക്രിസ്ത്യാനികളുണ്ട്. നമുക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ആകുലതയില്ല. ആള് കുറയോ കൂടുമോ ഇതൊന്നും നമ്മുടെ പ്രശ്നമേ അല്ല. അതോടൊപ്പം നമ്മുടെ ഇടയിൽ ആരോഗ്യകരമായ കുടുംബജീവിതം നയിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരും. ഞാനിത് പറയാൻ കാരണം, ഞാൻ പല ഇടവുകളിലും ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. ചെറുപ്പക്കാര്, പിള്ളേര് ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ലാത്ത ധാരാളം കുഞ്ഞുങ്ങൾ. അവർക്ക് നല്ല കഴിവുകളുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്, സാമാന്യ നല്ല കത്തോലിക്ക കുടുംബങ്ങളിൽ ജനിച്ചവരാണെങ്കിലും സമൂഹത്തിന്റെ പൊതുധാരയിലേക്കൊന്നും നമ്മുടെ കുട്ടികളെ കാണുന്നില്ല. അവരെല്ലാം കഴിയുന്നിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു, എവിടെങ്കിലും പോയി എങ്ങനെങ്കിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സംഭാവന നൽകണം, അവരുടെ ജീവിതം കൊണ്ട് നന്മകൾ ഏകണം എന്നുള്ള ഒരു തീരുമാനമോ താല്പര്യമോ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേർക്ക് ഇല്ലാതെ പോവുകയാണ്. അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് മനസ്സിലായത്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങളും വഴക്കുകളും നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ എടുത്തു കളയുന്നു എന്നുള്ളതാണ്. അതായത് രാവിലെ മുതൽ അപ്പന്റെയും അമ്മയുടെയും പിണക്കം, വർത്തമാനം പറയാതിരിക്കൽ, പിന്നെ വർത്തമാനം പറഞ്ഞാലോ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരല്, കുറ്റം പറച്ചില്, പഴയ കാര്യം പറച്ചില്, പിന്നെ വീട്ടുകാരെ ചീത്ത പറച്ചില്, ഇതെല്ലാം കൂടെ കേട്ട് ചിലയിടങ്ങളിൽ കയ്യാങ്കളിയും ഉണ്ട്. ഇതെല്ലാം കൂടെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പേടിച്ചു പോകും. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പേടിച്ചു പോകും. നിങ്ങള് ഈ അതിക്രൂരനായ ഒരു അഡോൾഫ് ഹിറ്റ്ലർ, ജർമ്മൻ ഏകാധിപതിയായിരുന്നു, അയാളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അയാളുടെ ജീവചരിത്രത്തിൽ പറയുന്നത്, കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ മുതല് അപ്പൻ വളരെ ക്രൂരമായിട്ട് ഈ പയ്യനെ തല്ലുമായിരുന്നു അത്ര. ആദ്യമൊക്കെ ഈ കൊച്ചിങ്ങനെ നിന്ന് കരയും, കാരണം അതുപോലെ അടികൊള്ളുകയാണ്. അമ്മ ഇങ്ങനെ ഒരു സൈലന്റ് വിറ്റ്നസ് ആയിട്ട് അവിടെ നിൽക്കുക. അമ്മയ്ക്കൊന്നും അവിടെ ഒരു റോളും ഇല്ല ആ വീട്ടിൽ. എന്നിട്ട് കുറെ നാൾ കഴിയുമ്പോൾ ഈ കൊച്ചു പയ്യൻ, അവന്റെ മനസ്സിൽ തന്നെ ഒരു ചിന്ത വരികയാണ്, ഞാനിനി കരയില്ല. ആണുങ്ങൾ കരയില്ല, ദുർബലരാണ് കരയുന്നത്, അതുകൊണ്ട് കരയത്തില്ല. അങ്ങനെ കരയാതെ ഈ ശിക്ഷ മുഴുവൻ ഏറ്റുവാങ്ങാൻ അവര് പഠിക്കുകയാണ്. അവൻ പഠിക്കുകയാണ്. അവന്റെ മനസ്സ് ക്രൂരമാകാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവന്റെ ബാല്യകാലം എങ്ങനെയാണ് അവനെ രൂപപ്പെടുത്തി എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്.
ദുർബലരാണ് കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്നത്, കരയാൻ പാടില്ല. അപ്പൊ ഇവനിങ്ങനെ കരയാതെ നിൽക്കും. അത് കാണുമ്പോൾ ഈ അപ്പന് കലി തീർന്നു. അയാൾ കൈ കിട്ടുന്ന എല്ലായിടത്തും കൊച്ചിനെ തല്ലും. അങ്ങനെ ഒരു വല്ലാത്ത ഒരു വളരെ രോഗാതുരമായ കുടുംബ സാഹചര്യത്തിൽ വളർന്ന് വന്നു. അയാൾ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതിയായിട്ട് മാറി. അയാൾക്ക് ഈ ദുർബലരോടെല്ലാം പുച്ഛമായി, അവരെല്ലാം കൊന്നേക്കാനാണ് പറഞ്ഞത്. ദുർബലരായ മനുഷ്യരെ എല്ലാം ഇല്ലാതാക്കി. അതായിരുന്നു ഹിറ്റ്ലർ. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബ സാഹചര്യങ്ങൾ സ്നേഹത്തിലും ആത്മവിശ്വാസത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നാൽ അവർ നല്ല ആത്മവിശ്വാസമുള്ള പിള്ളേരായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ യുവ ദമ്പതികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായത്. പ്രത്യേകിച്ചും ഗർഭിണികളായ പെൺകുട്ടികൾ, അവരുടെ ആ ആദ്യ ദിവസം മുതൽ അവർക്ക് എന്തേലും സ്നേഹം കിട്ടണം. കാരണം ഒരു മനുഷ്യന്റെ തലച്ചോറ് ഒരു മൈക്രോസ്കോപ്പിക് സെല്ലിൽ നിന്ന് ഈ കൈമുഷ്ടിയുടെ വലിപ്പമുള്ള ഒരു സംഭവമായിട്ട് മാറുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ് എന്നാണ് പറയുന്നത്. 10 മാസം കൊണ്ടാണ്, ആ 10 മാസമാണ് മനുഷ്യന്റെ തലച്ചോറ് ഏറ്റവും സ്പീഡിൽ വളരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരുമാതിരി ഷേപ്പൊക്കെ ആകുന്നത് പിന്നീടുള്ള 1 വർഷം, പിന്നെ 2-3 വർഷം കൂടെ ഇത് ഇച്ചിരി വലിപ്പമൊക്കെ. ഇത്രയും നാളായിട്ട് നമ്മുടെ തലച്ചോറൊന്നും വളർന്നിട്ടില്ലെങ്കിൽ ഇനിയോട്ട് പ്രതീക്ഷയും വേണ്ട, വളരെ വലിയ പാടാണ്. അപ്പോ അമ്മയുടെ ഉദരത്തിലാണ് ഈ കുഞ്ഞിന്റെ തലച്ചോറ് വളരുന്നത്. അപ്പൊ അവിടെ വെച്ച് ഈ കുഞ്ഞിന്റെ തലച്ചോറിലെ ന്യൂറൽ സ്ട്രക്ചർ മുഴുവൻ പൂർത്തിയാവുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ ഈ അമ്മയുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന സർവമാന ആശങ്കകളും കുഞ്ഞിന്റെ തലച്ചോറിനെയും ബാധിക്കുകയാണ്. പൊക്കിൾ കൂടി ബന്ധം എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. അമ്മയുടെ തലച്ചോറിൽ നടക്കുന്ന ഈ അസ്വസ്ഥതകള്, വേദനകള്, ഭയപ്പാടുകള്, ഇതെല്ലാം കുഞ്ഞിന്റെ തലച്ചോറിനെയും ബാധിക്കും. ആശങ്കാരോഗമൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനായിട്ട് ഇടയാകും എന്ന് വായിച്ചിട്ടുണ്ട്.